ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വന്ന ദിനങ്ങളില് ആ പുണ്യ നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്ത അവിടുത്തെ സ്വലാത്ത് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ മുൻഗാമികൾ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മൗലിദ് പാരായണം ചെയ്യണേ, മുത്തിനബിയുടെ മദ്ഹ് പാടണേ, മുത്തിനബിയെ വാഴ്ത്തണേ, മുത്തിനബിയെ പുകഴ്ത്തണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് പറയണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അൽഹംദുലില്ലാഹ് നാടെങ്ങും ലോകം മുഴുവനും, നമ്മുടെ നാട് മാത്രമല്ല ലോകം മുഴുവനും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു പ്രണയം, ആ ഒരു മഹബ്ബത്ത്, ആ ഒരു ഹുബ്ബ്, അവിടുത്തെ സ്നേഹം ലോകം മുഴുവനും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ പ്രയാസം പലർക്കും. നമുക്കൊന്ന് പോകാൻ, പരിശുദ്ധമായ റബീഉൽ അവ്വലിലൊക്കെ ഒന്ന് മദീനത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, പള്ളികൾ, വീടുകൾ, പള്ളികളിലൊക്കെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ മൗലിദ് പാരായണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാരായണം ചെയ്യുന്നു. വീടുകളിൽ, പള്ളികളിൽ, വീടുകളിൽ, മദ്രസകളിൽ, എല്ലാ സ്ഥലങ്ങളിലും അൽഹംദുലില്ലാഹ് മുത്തുനബിയെ കുറിച്ചുള്ള വാഴ്ത്തലും പുകഴ്ത്തലും നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോടുള്ള ആ ഒരു സ്നേഹം അല്ലാഹു മരിക്കുവോളം എനിക്കും നിങ്ങൾക്കും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വന്ന ദിനങ്ങളില് ആ പുണ്യ നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്ത അവിടുത്തെ സ്വലാത്ത് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ മുൻഗാമികൾ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മൗലിദ് പാരായണം ചെയ്യണേ, മുത്തിനബിയുടെ മദ്ഹ് പാടണേ, മുത്തിനബിയെ വാഴ്ത്തണേ, മുത്തിനബിയെ പുകഴ്ത്തണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ അതാ മാറാ രോഗങ്ങളുണ്ടല്ലോ, വിപത്തുകളുണ്ടല്ലോ, അതിൽ നിന്നുള്ള രക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഇന്റെ ദിനങ്ങൾ ഇങ്ങനെ വിട പറയുകയാണ്. അതുകൊണ്ട് സഹോദരാ, എത്രയാ നീ സ്വലാത്ത് പറഞ്ഞത്, എത്രയാ നീ മദ്ഹ് പറഞ്ഞത്, എത്ര സുന്നത്താണ് ജീവിതത്തിൽ ചെയ്തത്, എത്ര സലാമാണ് നീ മുത്തുനബിയോട് പറഞ്ഞത്, അതിനെക്കുറിച്ച് ചിന്തിക്ക്. ആ പ്രവാചക സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനീര് പോലും അത് ഔഷധമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളി പോലും അവിടുന്ന് സുഗന്ധമായിട്ട് ഉപയോഗിച്ചിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിങ്ങനെ ചിന്തിക്കണം. വലിയ വലിയ മക്ബറകളിലൊക്കെ പോകുമ്പോൾ, ഏർവാടിയിലും മുത്തുപേട്ടയിലും എന്തിന് ഭീമാപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരു കിണറുണ്ട്, മരുന്ന് കിണർ. എത്ര പേരാ പോയി കുളിക്കണത്? എത്ര പേരാ പോയി വെള്ളം കോരി കുടിക്കണത്? മുത്തുപേട്ടയിൽ പോകുമ്പോൾ ദാവൂദ് ഹക്കീം വലിയുല്ലാഹി മഹാനവറുകൾ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, മഹാനവറുകളുടെ മക്കാമിൽ പോകുമ്പോൾ അവിടെ ഒരു കുളവുണ്ട്. എത്ര പേരാ കുളിക്കണത്? ഈ വെള്ളമാണോ കുടിക്കണത്? വേറെ പണിയില്ലേടാ, ആണ് ഇതാ കുടിക്കണത്? അതാ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിന്തിക്കണം സഹോദര, നമുക്ക് ആവശ്യമുണ്ടേ പോയി കുടിച്ചാൽ മതി, അവർക്ക് ആവശ്യമൊന്നുമില്ല. മനസ്സിലാക്കേണ്ട എന്താ? എടാ, മുത്തുപേട്ടയിലും ഏർവാടിയിലും ഭീമാപ്പള്ളിയിലും അജ്മീറിലും നാഗൂറിലൊക്കെ പോയി പല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറയുമ്പോൾ ചിലന്ന് വെള്ളം തരും, ചിലയിടത്തുനിന്ന് തേൻ തരും. ഭീമാപ്പള്ളിക്ക് പോകുമ്പോൾ എണ്ണ കിട്ടും അല്ലേ? ചിലയിടത്ത് പോകുമ്പോൾ ചിലപ്പോൾ പൂക്കൾ തരും. കടുവാപ്പള്ളിയിലൊക്കെ പോയാൽ പഴവും പൂട്ടൊക്കെ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. എന്തിന്? ഞങ്ങളൊക്കെ എപ്പോഴും പോകാറുണ്ട്, ഞാനൊക്കെ എപ്പോഴും പോകും. കണ്ണൂര് കണ്ണവം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കൂത്തുപറമ്പിനടുത്ത്. കണ്ണവം വെളുമ്പത്തുമക്കാം. അവിടെ ചെല്ലുമ്പോൾ ചുക്ക് കാപ്പിയ. തമാശല്ലുപ്പ. ഏത് രാത്രി പോയാലും എപ്പോൾ പോയാലും
അവിടെ നിന്ന് ചുക്ക് കാപ്പി ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ എത്ര ഈ തൊണ്ടയൊക്കെ പ്രസംഗിച്ച് തൊണ്ട അടച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ മക്കാമിൽ പോയിട്ട് ചുക്കാപ്പി കുടിക്കും. അത് അവിടുത്തെ ബറക്കത്തതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടുത്തെ ഉറൂസ് പകല നടക്കണേ, കാട്ടില, വലിയ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പകലിലാണ് അവിടെ നടക്കുന്നത്. പോയിട്ടില്ലാണ് ഷാജി? പോയിട്ടുണ്ട്. പോയി. അൽഹംദുലില്ലാ. നമ്മളന്ന് അവിടെ വീട്ടിൽ പോയപ്പോ ഇവിടെ പോയിട്ടുണ്ട്. വിളമ്പത്ത് നിങ്ങൾ കുടിച്ചവരല്ലേ ചുക്കാപ്പി? നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ പുച്ഛം ചിലർക്ക്. ഇതൊക്കെ ചുമ്മാതെ ഇവിടെ ആയിപ്പടെ, നിനക്ക് വേണമെങ്കിൽ മതി, നമുക്ക് നിർബന്ധമൊന്നുമില്ല. അവിടെ കിടക്കണ മഹാന് ഭീമാ പള്ളിയിൽ കിടക്കുന്ന ഭീമാ ഉമ്മായിക്ക് വല്ല നിർബന്ധമുണ്ടോ? പായിപ്പാട് കിടക്കണ നീ അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന എണ്ണ കുടിക്കണം? നിനക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതിയിടാ. ഞാൻ പണ്ടൊരിക്കൽ അവിടെ പോയി, എനിക്ക് അറിയാത്തൊരു കാലത്ത്, ഇതിനെക്കുറിച്ച് വലിയ വിദ്യാഭ്യാസമോ വലിയ അറിവൊന്നും ഇല്ലാത്ത കാലത്തൊരിക്കൽ അവിടെ പോയപ്പോൾ, ഇന്ന് എനിക്കത് പറയുമ്പോൾ പേടിക്കാം. ഈ അടുത്ത് ഞാൻ ഈ കമ്മിറ്റിക്കാർ സ്ഥലം ഒരാളെടുത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി, ഭീമപ്പള്ളി ഉറൂസിന് വന്നാണ്. ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും പോകണം. പണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ അന്നിങ്ങനെ വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചു തരും. അപ്പം ഇങ്ങനെ, ഇതാണോ കുടിക്കണേ? ഞാൻ തന്നെ എന്ത് പറഞ്ഞു, ഇതാണോ കുടിക്കണേ? നിസ്സാരം പോലെ പറഞ്ഞിട്ട് തലയിൽ തേച്ചിട്ട് ഇറങ്ങിപ്പോയി. വീട്ടിൽ വന്ന് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല, തലവേദന ഇങ്ങോട്ട് തുടങ്ങി. എന്തെല്ലാം കടിച്ചിട്ട് തലവേദന മാറണില്ല, എല്ലാം ബുദ്ധിമുട്ടി ഞാൻ. അപ്പോഴിങ്ങനെ ഓർമ്മ വന്നു, എന്താ പ്രശ്നം ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, തിരിച്ച് അവിടെ പോയിട്ട് ആ എണ്ണ കുടിച്ചിട്ട് ആ വേദന മാറിയ. ഇതിപ്പോൾ ലൈവാ, വേണമെങ്കിൽ ഇതെടുത്തിട്ട് വേറെ കറാമത്തെന്ന് പറഞ്ഞ് അടിച്ചിടാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരപ്പെടുത്തരുതൊന്നും, അതെന്താണെങ്കിലും. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ തന്നെയാണ്. അള്ളാഹു നമുക്ക് അവരുടെ ബറക്കത്ത് കൊണ്ട് രക്ഷ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മുനീരിന് ഇത് പറയുമ്പോൾ പ്രവാചകൻ എന്താടാ ഒന്ന് ഊതിയപ്പോഴത്തേക്ക് ഏത് സ്റ്റിച്ചായിട്ടെന്ന് പറഞ്ഞാൽ കളിയാക്കാം. അവിടെ നിന്ന് മുറിവ് പറ്റിയ കാലിൽ ഒന്ന് ഊതി 3 പ്രാവശ്യം ഊതിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് പിന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് സ്വഹാബി പറയുമ്പോൾ അത് വിശ്വസിക്കണം, നിഷേധിക്കലാവരുത്. ഇതൊക്കെ ചുമ്മാതാണെന്ന് പറയരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനവറുകൾ പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സുലൈമിന്റെ വീട്ടിൽ ചെല്ലാറുണ്ടായിരുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലാറുണ്ടായിരുന്നു. അവർ അവിടെ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കിടന്നുറങ്ങും. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പ്രവാചകൻ പോകാറുണ്ട്. ഉമ്മു സുലൈം ഇല്ലാത്ത സമയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീടിനകത്ത് കിടന്നുറങ്ങും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം അവിടെ നിന്ന് വരികയും ഉമ്മു സുലൈമിന്റെ വിരിപ്പിലിങ്ങനെ കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് പഠിക്കടാ മക്കളെ. വളർന്നു വരുന്ന യുവതലമുറ, അല്ലാഹുവേ, മുത്തുനബി ആരാണെന്ന് ചോദിച്ചാൽ, അള്ളാന്റെ റസൂൽ ആരെന്ന് ചോദിച്ചാ പറഞ്ഞു കൊടുക്കാറ്. എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട് കൊച്ചുമക്കളെ മടിയിൽ കിടത്തി ഉറക്കുമ്പോ ഒരു കഥ പറഞ്ഞതാ ഉമ്മ, ഒരു കഥ പറഞ്ഞതാ ബാപ്പാ. കൊച്ചുമക്കള് ചോദിക്കുമ്പോ അതാ സൂപ്പർമാന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കള്ളക്കഥകളെ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പല ഉമ്മമാരും പറയും, പണ്ടൊരിടത്തൊരു കാക്കയുണ്ടായിരുന്നു, പൂച്ചയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കഥ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മ, നിനക്ക് പറയാറ് പിഞ്ചുമക്കളുടെ ഹൃദയത്തിലേക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ചരിത്രമാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടില് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നു. അവിടെ ഇങ്ങനെ വിരിപ്പിന്റെ അകത്ത് കിടക്കുകയാണ്. റസൂലുള്ളാഹി ഇങ്ങനെ കിടന്നു ഉറങ്ങുകയാണ്. അല്ലാഹുവേ, നബി ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടു. അതാ ശരീരത്തിൽ നിന്നിങ്ങനെ വിയർപ്പൊഴുകുകയാണ്. ഉമ്മു സുലൈം ഇങ്ങനെ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ശബ്ദം കേട്ട് ഞെട്ടിയുണരുകയാ. ഉണർന്നു നോക്കുമ്പോ കയ്യിൽ
ഒരു കുപ്പിയുമായിട്ട് ഉമ്മു സുലൈം ഇങ്ങനെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുമ്പോ ശബ്ദം കേട്ട പ്രവാചകൻ, ഉമ്മു സുലൈമിന്റെ വീടിന്റെ അകത്ത് വിരിപ്പിനകത്ത് കിടക്കുന്ന പ്രവാചകൻ അവിടെ നിന്ന് ഞെട്ടിയുണരുകയാ. റസൂലുള്ളാഹി നോക്കുമ്പോ ഉമ്മു സുലൈം ഒരു കുപ്പിയുമായി നിൽക്കുകയാണ്. ഉമ്മു സുലൈം ഒരു കുപ്പിയുമായി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമ്മു സുലൈം എന്തേ ഇങ്ങനെ നിൽക്കുന്നത്? എന്തേ ഇങ്ങനെ നിൽക്കുന്നത്? യാ റസൂലല്ലാഹ് ബറക്കത്തക യാ റസൂലല്ലാഹ് ബറക്കത്തെടുക്കുകയാണ് നബിയേ, ബറക്കത്തെടുക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പിന്റെ തുള്ളികളുണ്ടല്ലോ, ഉമ്മു സുലൈം ഇങ്ങനെ കുപ്പിയിൽ പിടിക്കുകയാണ്. മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പാടല്ലോ കുപ്പിയിൽ ഇങ്ങനെ നിറയ്ക്കുകയാ, കുപ്പിയിൽ ഇങ്ങനെ നിറയ്ക്കുകയാ. എന്തേ ഉമ്മു സുലൈമേ, എന്തേ ഉമ്മു സുലൈമേ, യാ റസൂലല്ലാഹ് ബറക്കത്തെടുക്കുകയാണ് നബിയേ. എന്തിനെന്നറിയോ? എന്റെ മക്കൾക്ക് രോഗം വന്നാൽ, എന്റെ പൊന്നുമക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാ മരുന്നീ വിയർപ്പാട് നബിയേ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഈ മരുന്നാ കൊടുക്കുന്നത്. അങ്ങയുടെ വിയർപ്പാണ്, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വീഴുന്ന വിയർപ്പ് തുള്ളികളാണ്. എന്റെ പൊന്നാര മക്കൾക്ക് പനി വന്നാ, അവർക്ക് എന്തെങ്കിലും രോഗം വന്നാ അവർക്ക് കൊടുക്കുന്ന ഔഷധമിതാണ് നബിയേ. അവർക്ക് കൊടുക്കുന്ന ഔഷധമാണ്, അവർക്ക് കൊടുക്കുന്ന മരുന്നാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്നിട്ട് പറയുന്നു, നബിയേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധമുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധം ഈ വിയർപ്പ് തുള്ളിയാണ് നബിയേ എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല പറയുമ്പോ, പഠിക്കു സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികള് അതായിരുന്നു ഉമ്മു സുലൈമിന്റെ മക്കളുടെ മരുന്നുകള്. ഏത് രോഗത്തിനുമുള്ള മരുന്നാ, ഏത് രോഗത്തിനുമുള്ള മരുന്നാ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പലരും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പറഞ്ഞ് ചികിത്സിക്കുന്നത്. മുത്തുനബിയുടെ മൗലിദ് ഓതിയിട്ട്, അവിടത്തെ ബുർദ ഓതിയിട്ട്, അവിടേക്ക് സ്വലാത്തുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് വെള്ളത്തിൽ ഊതി കുടിക്കുന്നതിന്റെ കാരണമറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വീണ വിയർപ്പ് തുള്ളി പോലും അവിടുന്ന് മരുന്നായി ഉപയോഗിച്ചെങ്കിൽ ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ പറഞ്ഞ് വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, പഠിക്കണം സഹോദരാ, പഠിക്കണം സഹോദരാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല പറയുകയാ, ഞങ്ങളുടെ വീട്ടിലെ സുഗന്ധമിതാണ് നബിയേ. അങ്ങയുടെ വിയർപ്പിനേക്കാൾ സുഗന്ധം മറ്റേതിനാവുള്ളത്? അങ്ങയുടെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള എന്താണ് ഈ ദുനിയാവിലുള്ളത്? യാ റസൂലല്ലാഹ്, ഇതെന്റെ വീടിന്റെ ബറക്കത്താ, അത് വീടിന്റെ ബറക്കത്താ, അത് മുത്തുനബിയുടെ വിയർപ്പ് തുള്ളികൾ വീടിനകത്ത് കൊണ്ടുവച്ചിട്ടത് ബറക്കത്താണെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് തുള്ളി ഔഷധമായിരുന്നു, അതൊരു മരുന്നായിരുന്നു, അതൊരു ബറക്കത്തായിരുന്നു. പ്രവാചകനെന്ന് ഊതിയപ്പെടാട് മുറിഞ്ഞുപോയ കാല് രണ്ടും നേരെയായത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊതുവെടുക്കുമ്പോ സ്വഹാബികൾ തിരക്കാ. മുത്തുനബി ഉളവെടുക്കാനിരിക്കുമ്പോൾ
സ്വഹാബികളുടെ തിരക്കാട്. എന്തിനെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ കൈ കഴുകുമ്പോ ആ കയ്യിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളൊന്ന് കോരിയെടുക്കാർ, പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾ എടുക്കാ സ്വഹാബികളുടെ തിരക്കാ. എന്തിനെന്നറിയുവോ? കുടിക്കാനാ. എന്തിനെന്നറിയുവോ? അവരുടെ രോഗങ്ങൾക്കുള്ള മരുന്ന്. ഒതുപെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് വല്ലാത്ത തിരക്കാ. എത്രയോ ചരിത്രമറിയാ. സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, നബിയേ, ഒരു തുള്ളി അങ്ങയുടെ ശരീരത്ത് വീഴുന്ന വിയർപ്പ് തുള്ളി തരുവോ നബിയേ? എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂലാരാ? മുത്തുനബിയുടെ മുഅ്ജിസത്താ. മുത്തുനബി സാധാരണ ഒരു നബിയല്ല. ആ മുത്തുനബിയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് തരണേ അല്ലാ. അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ദിനങ്ങൾ കിടക്കുകയാ. വേണ്ടവരോദട്ടെ, പറയേണ്ടവർ പറയട്ടെ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളിക്ക് പോലും പ്രവാചകൻ പടന്ന് പുതുപെടുത്തിട്ട് തന്റെ ശരീരത്ത് താഴേക്ക് വീഴുന്ന വെള്ളത്തുള്ളിക്ക് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ, അബൂബക്കർ തങ്ങൾ മുതൽ തുടങ്ങുന്ന സ്വഹാബികൾ അതിനു വേണ്ടി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വന്ന ദിനങ്ങളില് ആ പുണ്യ നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്ത, അവിടുത്തെ സ്വലാത്ത് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ മുൻഗാമികൾ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മൗലിദ് പാരായണം ചെയ്യണ്, മുത്തുനബിയുടെ മദ്ഹ് പാടണ്, മുത്തുനബിയെ വാഴ്ത്തണ്, മുത്തുനബിയെ പുകഴ്ത്തണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് പറയട്. പറഞ്ഞു കഴിഞ്ഞാൽ അതാ മാറാ രോഗങ്ങളുണ്ടല്ലോ, വിപത്തുകളുണ്ടല്ലോ, അതിൽ നിന്നുള്ള രക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഇന്റെ ദിനങ്ങൾ ഇങ്ങനെ വിട പറയുകയാണ്. അതുകൊണ്ട് സഹോദരാ, എത്രയാ നീ സ്വലാത്ത് പറഞ്ഞത്, എത്രയാ നീ മദ്ഹ് പറഞ്ഞത്, എത്ര സുന്നത്താണ് ജീവിതത്തിൽ ചെയ്തത്, എത്ര സലാമാണ് നീ മുത്തുനബിയോട് പറഞ്ഞത്, അതിനെക്കുറിച്ച് ചിന്തിക്ക്. ആ പ്രവാചക സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനീര് പോലും അത് ഔഷധമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളി പോലും അവിടുന്ന് സുഗന്ധമായിട്ട് ഉപയോഗിച്ചിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിങ്ങനെ ചിന്തിക്കണം, വലിയ വലിയ മക്ബറകളിലൊക്കെ പോകുമ്പോൾ, വലിയ മക്ബറകളിലൊക്കെ പോകുമ്പോൾ, ഏർവാടിയിലും മുത്തുപേട്ടയിലും എന്തിന് ഭീമാപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരു കിണറുണ്ട്, മരുന്ന് കിണർ. എത്ര പേരാ പോയി കുളിക്കണത്? എത്ര പേരാ പോയി വെള്ളം കോരി കുടിക്കണത്? മുത്തുപേട്ടയിൽ പോകുമ്പോൾ ദാവൂദ് ഹക്കീം വലിയുല്ലാഹി മഹാനവറുകൾ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, മഹാനവറുകളുടെ മക്കാമിൽ പോകുമ്പോൾ അവിടെ ഒരു കുളവുണ്ട്. എത്ര പേരാ കുളിക്കണത്? ഈ വെള്ളമാണോ കുടിക്കണത്? വേറെ പണിയില്ലേടാ, ആണ് ഇതാ കുടിക്കണത്? അതാ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിന്തിക്കണം സഹോദര, നമുക്ക് ആവശ്യമുണ്ടേ പോയി കുടിച്ചാൽ മതി, അവർക്ക് ആവശ്യമൊന്നുമില്ല. മനസ്സിലാക്കേണ്ട എന്താ? എടാ, മുത്തുപേട്ടയിലും ഏർവാടിയിലും ഭീമാപ്പള്ളിയിലും അജ്മീറിലും നാഗൂറിലൊക്കെ പോയി പല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറയുമ്പോൾ ചിലന്ന് വെള്ളം തരും, ചിലയിടത്തുനിന്ന് തേൻ തരും. ഭീമാപ്പള്ളിക്ക് പോകുമ്പോൾ എണ്ണ കിട്ടും അല്ലേ? ചിലയിടത്ത് പോകുമ്പോൾ ചിലപ്പോൾ പൂക്കൾ തരും. കടുവാപ്പള്ളിയിലൊക്കെ പോയാൽ പഴവും പൂട്ടൊക്കെ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. എന്തിന്? ഞങ്ങളൊക്കെ എപ്പോഴും പോകാറുണ്ട്, ഞാനൊക്കെ എപ്പോഴും പോകും. കണ്ണൂര് കണ്ണവം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കൂത്തുപറമ്പിനടുത്ത്. കണ്ണവം വെളുമ്പത്തുമക്കാം. അവിടെ ചെല്ലുമ്പോൾ ചുക്ക് കാപ്പിയ തമാശല്ലുപ്പ. ഏത് രാത്രി പോയാലും എപ്പോൾ പോയാലും
അവിടെ നിന്ന് ചുക്ക് കാപ്പി ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ എത്ര ഈ തൊണ്ടയൊക്കെ പ്രസംഗിച്ച് തൊണ്ട അടച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ മക്കാമിൽ പോയിട്ട് ചുക്കാപ്പി കുടിക്കും. അവിടുത്തെ ബറക്കത്തതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടുത്തെ ഉറൂസ് പകലാ നടക്കണേ, കാട്ടില. വലിയ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പകലിലാണ് അവിടെ നടക്കുന്നത്. പോയിട്ടില്ലേ സായം? പോയിട്ടില്ല. പോയി. അൽഹംദുലില്ലാ. നമ്മളന്ന് അവിടെ വീട്ടിൽ പോയപ്പോ ഇവിടെ പോയിട്ടുണ്ട്. വെളുമ്പത്ത് നിങ്ങൾ കുടിച്ചവരല്ലേ ചുക്കാപ്പി? നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ പുച്ഛം ചിലർക്ക്. ഇതൊക്കെ ചുമ്മാതരെ ഉടായിപ്പടെ, നിനക്ക് വേണമെങ്കിൽ മതി, നമുക്ക് നിർബന്ധമൊന്നുമില്ല. അവിടെ കിടക്കണ മഹാന് ഭീമാ പള്ളിയിൽ കിടക്കുന്ന ഭീമാ ഉമ്മായിക്ക് വല്ല നിർബന്ധമുണ്ടോ? പായിപ്പാട് കിടക്കണം, നീ അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന എണ്ണ കുടിക്കണം. നിനക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതിയിടാ. ഞാൻ പണ്ടൊരിക്കൽ അവിടെ പോയി, എനിക്ക് അറിയാത്തൊരു കാലത്ത്, ഇതിനെക്കുറിച്ച് വലിയ വിദ്യാഭ്യാസമോ വലിയ അറിവൊന്നും ഇല്ലാത്ത കാലത്തൊരിക്കൽ അവിടെ പോയപ്പോൾ, ഇന്ന് എനിക്കത് പറയുമ്പോൾ പേടിയാ. ഈ അടുത്ത് ഞാൻ ഈ കമ്മിറ്റിക്കാർ സ്ഥലം ഒരാളെടുത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി, ഭീമാപ്പള്ളി ഉറൂസിന് വന്നാണ്. ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും പോകണം. പണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ അന്നിങ്ങനെ വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചു തരും. അപ്പം ഇങ്ങനെ, ഇതാണോ കുടിക്കണേ? ഞാൻ തന്നെ എന്ത് പറഞ്ഞു, ഇതാണോ കുടിക്കണേ? നിസ്സാരം പോലെ പറഞ്ഞിട്ട് തലയിൽ തേച്ചിട്ട് ഇറങ്ങിപ്പോയി. വീട്ടിൽ വന്ന് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല, തലവേദന ഇങ്ങോട്ട് തുടങ്ങി. എന്തെല്ലാം കടിച്ചിട്ട് തലവേദന മാറണില്ല. എല്ലാം ബുദ്ധിമുട്ടി ഞാൻ. അപ്പോഴിങ്ങനെ ഓർമ്മ വന്നു, എന്താ പ്രശ്നം ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, തിരിച്ച് അവിടെ പോയിട്ട് ആ എണ്ണ കുടിച്ചിട്ട് ആ വേദന മാറിയ. ഇതിപ്പോൾ ലൈവാ, വേണമെങ്കിൽ ഇതെടുത്തിട്ട് വേറെ കറാമത്തെന്ന് പറഞ്ഞ് അടിച്ചിടാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരപ്പെടുത്തരുതൊന്നും, അതെന്താണെങ്കിലും. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ തന്നെയാണ്. അള്ളാഹു നമുക്ക് അവരുടെ ബറക്കത്ത് കൊണ്ട് രക്ഷ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മുനീരിന് ഇത് പറയുമ്പോൾ പ്രവാചകൻ എന്താടാ ഒന്ന് ഊതിയപ്പോഴത്തേക്ക് ഏത് സ്റ്റിച്ചായിട്ടെന്ന് പറഞ്ഞാൽ കളിയാക്കാം. അവിടെ നിന്ന് മുറിവ് പറ്റിയ കാലിൽ ഒന്ന് ഊതി 3 പ്രാവശ്യം ഊതിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് പിന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് സ്വഹാബി പറയുമ്പോൾ അത് വിശ്വസിക്കണം, നിഷേധിക്കലാവരുത്. ഇതൊക്കെ ചുമ്മാതാണെന്ന് പറയരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.